ചങ്ങരകുളത്താണോ വീട്? അതെ 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 അതെ. ചങ്ങരകുളത്ത് എവിടെയാണ്? ചങ്ങരകുളത്ത് മൂക്കുതല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്നലെ വന്നല്ല, ഇന്ന് ഞങ്ങൾ രാവിലെയാണ് ഇപ്പോൾ ഇവിടേക്ക് വരുന്നത്. ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്ന് ലാൻഡ് ചെയ്തു. പ്രത്യേകതകൾ എനിക്കറിയില്ലോ, നിങ്ങളല്ലേ എനിക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ ഇവിടെ ഞാനിവിടെ ആദ്യമായിട്ട് വരികയാണ്. അത് ശരി, ഓക്കെ. അതെന്നാലും നമുക്ക് ഉദയം കണ്ടിട്ട് മടങ്ങാം. ₹5 തരാന് 10 രൂപ കൊടുക്ക. 10 രൂപ കൊടുക്ക. তুমি সেকেন্ড ফর্ম লাগতো তো সাইরা শোনা থেকে ভালো হয়। നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് രാത്രി 1 മണിയോടെയാണ് ഞങ്ങൾ കന്യാകുമാരിയിൽ എത്തിച്ചേർന്നത്. അവിടെ റൂം ബുക്ക് ചെയ്തിരുന്നത് കൊണ്ട് രാത്രി നന്നായി ഉറങ്ങിയതിനു ശേഷം പിറ്റേന്ന് പുലർച്ചെ 6 മണിക്ക് തന്നെ സൂര്യോദയത്തിന്റെ ആ അപൂർവ ഭംഗി നുകരാൻ കടൽ തീരത്തേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോൾ കണ്ടത് ശാന്തമായ കടലിനേക്കാൾ ഉപരിയായി ആ നിമിഷത്തിനായി അക്ഷമയോടെ കാത്തു നിൽക്കുന്ന 100 കണക്കിന് ആളുകളെയാണ്. എല്ലാവരും കൈകളിൽ ക്യാമറകളും മൊബൈലുകളുമായി റെഡിയായി നിൽക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത്. കൃത്യം 6:45 ഇന്നത്തെ സൂര്യോദയം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അന്തരീക്ഷത്തിലെ മഞ്ഞുവീഴ്ച കാരണം ഉദയം അല്പം വൈകുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. കടലിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്നത് നേരിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിലും കുറച്ചു സമയത്തിന് ശേഷം ദൂരത്ത് ഒരു ചുവന്ന പൊട്ടുപോലെ ആ സൂര്യോദയം തെളിഞ്ഞു വന്നു. മഞ്ഞിനിടയിലൂടെയുള്ള ആ കാഴ്ച അത്ര രസകരമായിരുന്നില്ല. പ്രതീക്ഷിച്ചതുപോലെ അത്ര തെളിഞ്ഞൊരു ഉദയം കാണാൻ കഴിയാത്തതിന്റെ ചെറിയൊരു നിരാശ ബാക്കിയുണ്ടെങ്കിലും ആ പുലർവേളയിലെ കന്യാകുമാരിയുടെ തിരക്ക് ഞങ്ങളെ ആവേശത്തിലാക്കി.
ഏകദേശം 15 മിനിറ്റോളം ഞങ്ങൾ ആ കടൽ തീരത്തെ കാഴ്ചകൾ കണ്ടു നടന്നു. തീരത്തോട് ചേർന്ന് നിരനിരയായുള്ള കച്ചവട സ്ഥാപനങ്ങൾ, പല വർണ്ണങ്ങളിലുള്ള മുത്തുമാലകൾ വിൽക്കുന്നവർ, കരകൗശല വസ്തുക്കൾ, പിന്നെ കടൽ തരുന്ന അപൂർവ സമ്മാനമായ ശംഖുകൾ വിൽക്കുന്ന കടകൾ. പല വലിപ്പത്തിലും ആകൃതിയിലുമുള്ള ആ ശംഖുകളുടെ ശേഖരം ശരിക്കും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയായിരുന്നു. കടൽ തീരത്തെ ആ സജീവത ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ പതുക്കെ അടുത്ത ലക്ഷ്യത്തിലേക്ക് നീങ്ങി. ഇനി ഞങ്ങൾക്ക് പോകാനുള്ളത് വിവേകാനന്ദ പാറയിലേക്കാണ്. സമയം ഏകദേശം 8 മണിയോടടുക്കുന്നു. കന്യാകുമാരിയുടെ തെരുവുകളിലൂടെയുള്ള ചെറിയൊരു നടത്തത്തിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഊർജ്ജസ്വലരായി ഞങ്ങൾ ബോട്ട് ജെട്ടിയിലേക്ക് തിരിച്ചു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ബോട്ട് ജെട്ടിയിൽ നല്ല തിരക്കായിരുന്നു. എങ്കിലും ടിക്കറ്റ് എടുത്ത് ആ വലിയ ക്യൂവിൽ അല്പനേരം കാത്തു നിന്ന ശേഷം ഞങ്ങൾ ബോട്ടിൽ കയറി. വിവേകാനന്ദ പാറയിലേക്കുള്ള ആ ബോട്ട് യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഏകദേശം 5 മിനിറ്റോളം നീളുന്ന യാത്രക്കിടയിൽ കടലിന് നടുവിൽ തല ഉയർത്തി നിൽക്കുന്ന തിരുവള്ളുവർ പ്രതിമയുടെ ഗാംഭീര്യം നമുക്ക് അടുത്തറിയാം. പതുക്കെ ബോട്ട് വിവേകാനന്ദ പാറയുടെ തീരത്തടുത്തു.
അവിടെ ഇറങ്ങിയ ഉടൻ ഞങ്ങൾ നടന്നത് തല ഉയർത്തി നിൽക്കുന്ന തിരുവള്ളൂർ സ്റ്റാച്യുവിന്റെ മുകൾ ഭാഗത്തേക്കാണ്. മുകളിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ച അതിമനോഹരമായിരുന്നു. വിശാലമായ കടലും ദൂരത്ത് തെളിഞ്ഞു കാണുന്ന കന്യാകുമാരി നഗരത്തിന്റെ ദൃശ്യങ്ങളും ക്യാമറയിൽ പകർത്താൻ ഇതിലും നല്ലൊരു ഇടം ഏറെയില്ല. വിവേകാനന്ദ പാറയിലെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടു തീർത്ത് ഞങ്ങൾ തിരികെ കന്യാകുമാരി തീരത്തേക്ക് യാത്ര തിരിച്ചു. പോകുമ്പോഴുള്ളതുപോലെ തന്നെ മടക്കയാത്രയിലും ബോട്ടിലിരുന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. കടലിന് നടുവിൽ നിന്ന് നോക്കുമ്പോൾ കന്യാകുമാരിയുടെ തീരം ഒരു ചിത്രം പോലെ നമ്മുടെ ക്യാമറയിൽ തെളിയും. തീരത്ത് തിരിച്ചെത്തിയപ്പോഴേക്കും സമയം ഏകദേശം 1 മണിയോടടുത്തിരുന്നു. രാവിലെ മുതലുള്ള നടത്തം കഴിഞ്ഞ് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിന്റെ തന്നെ റെസ്റ്റോറന്റിലേക്കാണ് ഉച്ചഭക്ഷണത്തിനായി പോയത്. ഒരു ഊണിന് 180 രൂപയായിരുന്നു ചാർജ്. വില അല്പം കൂടുതലാണോ എന്ന് ആദ്യം തോന്നിയെങ്കിലും കഴിച്ചു തുടങ്ങിയപ്പോൾ അതൊരു ഒന്നാന്തരം സദ്യ തന്നെയായിരുന്നു എന്ന് പറയാതെ വയ്യ. വിഭവസമൃദ്ധമായ ആ ഉച്ചഭക്ഷണം കന്യാകുമാരി യാത്രയിലെ മറ്റൊരു സന്തോഷമായി മാറി. ഉച്ച ഭക്ഷണത്തിന് ശേഷം ഏകദേശം 1 മണിക്കൂറോളം ഒന്ന് വിശ്രമിച്ചു. അതു കഴിഞ്ഞാണ് ഞങ്ങൾ നാട്ടിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചത്. യാത്ര തുടങ്ങവേ കന്യാകുമാരിയിൽ തന്നെ മനോഹരമായ ഒരു മുരുകൻ ക്ഷേത്രം കൂടി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. തമിഴ് ശൈലിയിലുള്ള ആ ക്ഷേത്രത്തിന്റെ ഗോപുരവും
ചുറ്റുമതിലുമെല്ലാം വളരെ മനോഹരമായിരുന്നു. എന്നാൽ ക്ഷേത്രത്തിനകത്ത് കയറി ദർശനം നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഉച്ച സമയമായതിനാൽ നട അടച്ചിരിക്കുകയായിരുന്നു. അത്രയും ഭംഗിയുള്ള ഒരു ക്ഷേത്രത്തിൽ കയറാൻ കഴിയാത്തതിന്റെ ചെറിയൊരു നിരാശ ബാക്കിയുണ്ടെങ്കിലും പുറത്തുനിന്നുള്ള ആ കാഴ്ചകൾ ഞങ്ങൾ ക്യാമറയിൽ പകർത്തി. കന്യാകുമാരിയുടെ മണ്ണിൽ നിന്നും ഇനി ഞങ്ങൾ യാത്ര തിരിക്കുന്നത് അനന്തപുരിയിൽ കുടികൊള്ളുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അടുത്ത എപ്പിസോഡിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളും തിരുവനന്തപുരം നഗരത്തിന്റെ കാഴ്ചകളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നഗരം മുഴുവൻ ചുറ്റിക്കാണാൻ സമയം അനുവദിച്ചില്ലെങ്കിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലെ മനോഹരമായ കാഴ്ചകളും ക്ഷേത്ര പരിസരത്തെ വിശേഷങ്ങളും മാക്സിമം എന്റെ ക്യാമറയിൽ ഞാൻ പകർത്തിയിട്ടുണ്ട്. അനന്തപുരിയുടെ ആ രാജകീയ പ്രൗഢിയും ഭക്തിസാന്ദ്രമായ കാഴ്ചകളും കാണാൻ ആരും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.